നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എക്സെപ്റ്റ്സ് ഫ്രം ആൻ ഓട്ടോബയോഗ്രഫി എന്ന അഗത ക്രിസ്റ്റിയുടെ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ ഡസ് ദ ജോബ് അറ്റ് ദ ഡിസ്പെൻസറി പ്രൊവൈഡ് ദ ഓഥർ എ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് അബൌട്ട് ഹെർ നോവൽ? ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഡിസ്പെൻസറിയിലെ ജോലി എങ്ങനെയാണ് എഴുത്തുകാരിക്ക് എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് കടക്കാം. ഡ്യൂറിംഗ് വേൾഡ് വാർ ഫസ്റ്റ്, അഗത ക്രിസ്റ്റി വാസ് വർക്കിംഗ് അറ്റ് ദ ഡിസ്പെൻസറി ആസ് എ നേഴ്സ്. ഇവിടെ എഴുത്തുകാരി ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഒരു നേഴ്സായിട്ട് ഡിസ്പെൻസറിയിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ, ഇൻ ദാറ്റ് ടൈം സം ഡേയ്സ് വേർ ബിസി ആൻഡ് സം ഡേയ്സ് വേർ സ്ലാക്ക്. ചില ദിവസങ്ങളിൽ നല്ല തിരക്കുള്ളതും എന്നാൽ ചില ദിവസങ്ങളിൽ വളരെ വിരസമായ ദിവസങ്ങളുമായിരുന്നു. സോ ഇറ്റ് ഈസ് യൂഷ്വൽ ടു സിറ്റ് അലോൺ ആൻഡ് ഡു നത്തിങ്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, വെറുതെ ഇരിപ്പായിരുന്നു. ദിസ് ഈസ് ദ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് അബൌട്ട് ഹെർ നോവൽ. അപ്പോഴാണ് എഴുത്തുകാരി തൻ്റെ കഥ എഴുതണമെന്ന ആഗ്രഹത്തെപ്പറ്റി ചിന്തിക്കാൻ ഇടയായതും ഇതൊരു നല്ലൊരു അവസരമായിട്ട് എഴുത്തുകാരിക്ക് തോന്നുകയും ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ആർ ദ ഓതേഴ്സ് തോട്ട്സ് ഓൺ ദ മെത്തേഡ് ഓഫ് ഹെർ റൈറ്റിംഗ്? താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയായിരുന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് കടക്കാം. അഗത ക്രിസ്റ്റി ഫസ്റ്റ് ഡിസൈഡഡ് ടു റൈറ്റ് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി. ആദ്യം തന്നെ എഴുത്തുകാരി തീരുമാനിക്കുന്നത് താൻ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതണമെന്നാണ്. പോയിസൺ ഈസ് ആൾ അറൌണ്ട് ഹെർ ഡിസ്പെൻസറി. തൻ്റെ ഡിസ്പെൻസറിയിൽ ചുറ്റുമുള്ളത് പോയിസൺ ആണ്. സോ ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദ മെത്തേഡ് ഓഫ് മർഡർ ഷുഡ് ബി ഡൺ വിത്ത് പോയിസൺ. അതുകൊണ്ട് തന്നെ തൻ്റെ ഡിറ്റക്റ്റീവ് കഥയിലെ കൊലപാതകം നടത്തേണ്ടത് വിഷം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ പോയിസൺ ഉപയോഗിച്ചാണെന്ന് എഴുത്തുകാരി തീരുമാനത്തിലെത്തുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ. ദെൻ ഐ വെന്റ് ഓൺ ടു ഡ്രമാറ്റിസ് പേഴ്സോണ. വാട്ട് ഈസ് ഷീ തിങ്കിങ് ഓഫ്? ഇവിടെ എന്താണ് ഡ്രമാറ്റിസ് പേഴ്സോണ എന്നതാണ് ചോദിക്കുന്നത്. ഡ്രമാറ്റിസ് പേഴ്സോണ റെഫേഴ്സ് ടു ദ കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ പ്ലേ ഓർ സ്റ്റോറി. ഒരു കഥയിലോ ഒരു നാടകത്തിലെ കഥാപാത്രത്തെ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ കഥാപാത്രവൽക്കരണം നടത്തുന്നതിനെയാണ് ഡ്രമാറ്റിസ് പേഴ്സോണ എന്ന് പറയാം. ഹിയർ ദ ഓതർ ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് ക്യാരക്ടറൈസേഷൻ ത്രൂ ഹെർ മൈൻഡ് ഫോർ ഈച്ച് ക്യാരക്ടർ ഇൻ ഹെർ ഡിറ്റക്റ്റീവ് നോവൽ. അപ്പോൾ തൻ്റെ ഡിറ്റക്റ്റീവ് നോവലിനകത്ത് വരുന്ന ഓരോ കഥാപാത്രത്തിൻ്റെയും കഥാപാത്രവൽക്കരണം, ആ ക്യാരക്ടറൈസേഷൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ കഥാപാത്രം ഈ രീതിയിൽ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തൻ്റെ മനസ്സിലൂടെ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിനെയാണ് ഇവിടെ ഡ്രമാറ്റിസ് പേഴ്സോണ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓതേഴ്സ് ഇന്റൻഷൻ ഈസ് ടു ക്രിയേറ്റ് എ ന്യൂ ഡിറ്റക്റ്റീവ് ഓഫ് ഹെർ ഓൺ. വാട്ട് ഡസ് ഷീ തിങ്ക് ഓഫ് ഷെർലോക്ക് ഹോംസ്? ഇവിടെ എഴുത്തുകാരി തൻ്റെ സ്വന്തമായിട്ടുള്ള ശൈലിയിൽ ഒരു കുറ്റാന്വേഷണ കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയാണ്. വാട്ട് ഡസ് ഷീ തിങ്ക് ഓഫ് ഷെർലോക്ക് ഹോംസ്? അപ്പോൾ ഷെർലോക്ക് ഹോംസിനെ പറ്റി എന്താണ് എഴുത്തുകാരുടെ ചിന്ത എന്നാണ് ചോദ്യം. Sherlock Holmes is a fictional detective created by British author Arthur Conan Doyle. അപ്പോൾ ഷെർലോക്ക് ഹോംസ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കുറ്റാന്വേഷണ കഥാപാത്രമാണ്. അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് എഴുത്തുകാരനായിട്ടുള്ള ആർതർ കോനൻ ഡോയിൽ ആണ്. ബട്ട് ദ ഓതർ ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് എ ഡിറ്റക്റ്റീവ് ഡിഫറെൻറ്റ് ഫ്രം ഷെർലോക്ക് ഹോംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുപരിചിതനായിട്ടുള്ള ഷെർലോക്ക് ഹോംസ് എന്ന് പറയുന്ന ആ കുറ്റാന്വേഷണ കഥാപാത്രത്തിൽ നിന്നും വിഭിന്നമായിട്ട് തൻ്റെ സ്വന്തമായ ഒരു ക്രിയേറ്റിവിറ്റിക്കകത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിറ്റക്റ്റീവിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് എഴുത്തുകാരി തീരുമാനിക്കുകയാണ്. അത് ഷെർലോക്ക് ഹോംസ് നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കണം എന്ന നിർബന്ധം എഴുത്തുകാരിക്കുണ്ട്. ദ ഓതർ വാണ്ടഡ് ഹിസ് ഡിറ്റക്റ്റീവ് ടു ഹാവ് എ കമ്പാനിയൻ ലൈക്ക് ഷെർലോക്ക് ഹോംസ് ഹാഡ് വാട്സൺ. അപ്പോൾ ഷെർലോക്ക് ഹോംസ് എന്ന് പറയുന്ന കുറ്റാന്വേഷണകന് തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള വാട്സനെ പോലെ തന്നെ താൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡിറ്റക്റ്റീവിനും ഒരു അസിസ്റ്റന്റോ ഒരു കൂട്ടുകാരനോ വേണമെന്ന് എഴുത്തുകാരി തീരുമാനിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ഓതർ, വാട്ട് ഈസ് ദ മോസ്റ്റ് യൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ? അപ്പോൾ എഴുത്തുകാരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു കൊലപാതകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരത്തിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ദ ഓതർ, ദ മോസ്റ്റ് യൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ ഈസ് ഹസ്ബൻഡ് കില്ലിംഗ് ഈസ് വൈഫ്. അപ്പോൾ എഴുത്തുകാരുടെ കാഴ്ചപ്പാടിൽ സാധാരണയായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് വെച്ചാൽ അത് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതാണെന്നാണ് പറയുന്നത്. Sixth question. Detective stories seem to be obvious and not obvious at the same time. What is Agatha Christie's opinion about this? ഡിറ്റക്റ്റീവ് സ്റ്റോറികൾ സാധാരണയായിട്ട് എഴുത്തുകാർ ആരാണ് കുറ്റവാളി എന്നുള്ള സൂചനകൾ കൊടുക്കാറുണ്ട്.
ചിലപ്പോൾ സൂചന കൊടുക്കുന്ന വ്യക്തി ആയിരിക്കണമെന്നില്ല കുറ്റകൃത്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സംശയങ്ങൾ എഴുത്തുകാർ മനഃപൂർവ്വം ഈ ഡിറ്റക്റ്റീവ് കഥകളിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സൂചനകൾ കൊടുക്കുന്നതിനെ പറ്റി എന്താണ് അഗത ക്രിസ്റ്റിയുടെ അഭിപ്രായം എന്നാണ് ചോദ്യം. A good detective story was that it must be somebody obvious, but at the same time, for some reason, you would then find that it was not obvious. ഒരു നല്ല കുറ്റാന്വേഷണ കഥകളിൽ ഇത്തരത്തിലുള്ള സംശയം ഉളവാക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യം ഇയാളായിരിക്കും ചെയ്യാന്നുള്ള സൂചനകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ളതാണ് നല്ലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്നാണ് പറയുന്നത്. It must be somebody obvious, but at the same time, for some reason, you would then find it was not obvious. അപ്പോൾ എഴുത്തുകാർ തുടക്കത്തിൽ വായനക്കാരായ നമുക്ക് ചില സംശയങ്ങളുള്ള കഥാപാത്രങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. അദ്ദേഹമായിരിക്കും കൊലപാതകം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു സൂചന നമുക്ക് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫോർ സം റീസൺ, പല കാരണങ്ങൾ കൊണ്ട് യു വുഡ് ദെൻ ഫൈൻഡ് ദാറ്റ്, നമ്മൾ കണ്ടെത്തുന്ന കാര്യം എന്താണ്? ഇറ്റ് വാസ് നോട്ട് ഒബ്വിയസ്. അദ്ദേഹത്തെ ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിൽ അവിടെ വെക്കും. ദാറ്റ് ഹി കുഡ് നോട്ട് പോസിബിളി ഹാവ് ഡൺ ഇറ്റ്. അതിന് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് നമ്മൾ വിചാരിക്കും. ദോ റിയലി ഓഫ് കോഴ്സ് ഹി ഹാഡ് ഡൺ ഇറ്റ്. പക്ഷേ അവസാന കഥയുടെ ക്ലൈമാക്സിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കഥാപാത്രം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കഥാപാത്രമായിരിക്കും ആ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരിക്കും. തുടക്കത്തിൽ എഴുത്തുകാർ മനഃപൂർവ്വം തരുന്ന ആ സൂചനകൾ പ്രകാരം നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും അവസാനം യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് കുറ്റകൃത്യം ചെയ്യുക എന്നുള്ള തിരിച്ചറിവ്, ഇതൊക്കെയാണ് ഒരു നല്ല ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് എഴുത്തുകാർ വിശ്വസിക്കുന്നത്. 7th question, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹെർ മർഡറർ? തൻ്റെ കൊലപാതകിയുടെ പ്രത്യേകതകൾ എന്തൊക്കെ ആയിരിക്കണം എന്നാണ് അഗത ക്രിസ്റ്റിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ദ മർഡറർ വുഡ് ഹാവ് ടു ബി റാദർ സിനിസ്റ്റർ ലുക്കിംഗ്. ആ കൊലപാതകിയെ കാണുമ്പോൾ തന്നെ ഒരു സിനിസ്റ്റർ ലുക്കിംഗ്, ഒരു ദുഷ്ട കഥാപാത്രത്തിനെ പോലെ നമുക്ക് തോന്നണം എന്നാണ് പറയുന്നത്. ഒരു ഈവിൾ ക്യാരക്ടർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല ആ കൊലപാതകി ഒരു കറുത്ത താടി വെച്ച ആളായിരിക്കണം. അഗത ക്രിസ്റ്റിയുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ട കൊലപാതകയുടെ ചിത്രം എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്ന് താടി വെച്ചിട്ടുണ്ടായിരിക്കണം, രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ ഒരു ദുഷ്ട കഥാപാത്രത്തിനെ പോലെ തോന്നണം. ഈ രണ്ട് കാര്യങ്ങളാണ് അഗത ക്രിസ്റ്റിയുടെ കൊലപാതകിയുടെ ഫീച്ചേഴ്സ്. Then 8th question, the author identified her characters from her surroundings. Can you cite examples? ഇവിടെ എഴുത്തുകാരി തൻ്റെ ചുറ്റുപാടിൽ നിന്നുള്ള പല കഥാപാത്രങ്ങളെയും തൻ്റെ കഥയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. Some acquaintances who had recently come to live near the author. ഇവിടെ എഴുത്തുകാരുടെ തൊട്ടടുത്തായിട്ട് കുറച്ച് പരിചയക്കാർ താമസിക്കുന്നുണ്ട്. The husband had a black beard and he had a wife who was older than himself and who was very rich. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന കഥാപാത്രം എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡാണ്, കൂടാതെ ഒരു വൈഫും ഉണ്ട്. ഈ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബിയർഡുള്ള ഒരു മനുഷ്യനാണ്, കറുത്ത താടി വെച്ച ഒരു ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനേക്കാൾ പ്രായമുണ്ട്, വാസ് ഓൾഡർ ദാൻ ഹിംസെൽഫ് എന്നാണ് അല്ലേ. അപ്പോൾ കറുത്ത താടി വെച്ച ആ ഹസ്ബൻഡിനേക്കാൾ പ്രായമുള്ള ഭാര്യ, മാത്രമല്ല ഭാര്യ എന്താണ്, വെരി റിച്ച് ആണ്, അത്യാവശ്യം സമ്പത്തുള്ള ഒരു ഭാര്യയാണ്. ഈ ഒരു കഥാപാത്രത്തിനെ തൻ്റെ ചുറ്റുപാടിൽ നിന്ന് തൻ്റെ കഥയിലേക്ക് ഉൾപ്പെടുത്താൻ എഴുത്തുകാരി തീരുമാനിക്കുന്നുണ്ട്. And the author thought that there were so many Belgian refugees that a Belgian detective should be created out of it. പിന്നെ തൻ്റെ ചുറ്റുപാടും കാണുന്ന കുറേ ബെൽജിയൻ അഭയാർത്ഥികളുണ്ട്. ആ ബെൽജിയൻ അഭയാർത്ഥികളിൽ നിന്ന് ഒരു ബെൽജിയൻ ഡിറ്റക്റ്റീവിനെയും തിരഞ്ഞെടുക്കാം എന്ന് എഴുത്തുകാർ ചിന്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തൻ്റെ ചുറ്റുപാടുള്ള ഒരുപാട് യഥാർത്ഥ കഥാപാത്രങ്ങളെ തൻ്റെ കഥയിലേക്ക് ഉൾപ്പെടുത്താൻ എഴുത്തുകാർ ചിന്തിക്കുന്നുണ്ട്. Then 9th question, what makes her stop thinking about real people? യഥാർത്ഥ ജനങ്ങളെ തൻ്റെ കഥയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയിട്ടുള്ള ചിന്ത അവസാനിപ്പിക്കാനുള്ള കാരണം എന്തെന്നാണ് ചോദ്യം. നോക്കാം. അഗത ക്രിസ്റ്റി ചൂസസ് എ ബ്ലാക്ക് ബിയർഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആസ് ദ ക്യാരക്ടേഴ്സ് ഇൻ ഹെർ സ്റ്റോറി, ബട്ട് ലേറ്റർ റിയലൈസസ് ദാറ്റ് ദ ഹസ്ബൻഡ് കനോട്ട് കമ്മിറ്റ് ദ മർഡേഴ്സ് ഇൻ ഹെർ സ്റ്റോറി. അപ്പോൾ തുടക്കത്തിൽ അഗത ക്രിസ്റ്റി തൻ്റെ കഥയിലെ കഥാപാത്രമായിട്ട് ആ കറുത്ത താടി വെച്ച മനുഷ്യനും അല്ലേ ആ ഒരു ഭാര്യയെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ ദ ഹസ്ബൻഡ് കനോട്ട് കമ്മിറ്റ് ദ മർഡേഴ്സ് ഇൻ ഹെർ സ്റ്റോറി. തൻ്റെ കഥയിലെ കൊലപാതകം നടത്താനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും തൻ്റെ ആ താടി വെച്ച കഥാപാത്രത്തിന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് എഴുത്തുകാരിക്ക് തോന്നുന്നുണ്ട്. സോ ഷീ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് റിയൽ പീപ്പിൾ. അപ്പോൾ തൻ്റെ ചുറ്റുപാടുള്ള യഥാർത്ഥ കഥാപാത്രങ്ങളെ കഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കഥയിൽ സംഭവിക്കുന്ന പല സംഭവവികാസങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനൊന്നും ഈ കഥാപാത്രങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തൻ്റെ ചുറ്റുപാടുള്ള റിയൽ കഥാപാത്രങ്ങളെ വെച്ച് കഥ ചിന്തിക്കുന്നത് അവിടെ അവസാനിപ്പിക്കുകയാണ്. Then 10th question,
വൈ ഡിഡിൻ ദ വൈഫ് മാറ്റർ മച്ച് ഇൻ ഹെർ ഡിറ്റക്റ്റീവ് സ്റ്റോറി? തൻ്റെ കഥയിൽ എന്തുകൊണ്ടാണ് ആ വൈഫിൻ്റെ കഥാപാത്രത്തെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്, പ്രാധാന്യം കൊടുക്കാത്തതെന്നാണ് ചോദ്യം. The wife in her detective story is killed not because of her bad character, but because of her richness. ഈ കഥയിൽ ഭാര്യ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് സ്വഭാവ ദൂഷ്യങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് ആ സ്ത്രീ കൊല ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അവളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ദാറ്റ്സ് വൈ ദ വൈഫ് ഇൻ ദ സ്റ്റോറി വാസ് നോട്ട് ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രത്തിന് അത്ര കണ്ട പ്രാധാന്യം കുറയാനുള്ള കാരണം.